സ്നേഹ അവസാനം ഗൂഗിളിൽ സെർച്ച് ചെയ്തത് എന്താണ്? How to kill an anchor. അനിരുദ്ധ് ഓർ സായി അബേങ്കർ? Sai and Jit. ലഡുവിന് ശേഷം സ്നേഹയ്ക്ക് പിന്നെ വന്നിട്ടുള്ള പ്രൊജക്ടുകൾ ഏതൊക്കെയായിരുന്നു? ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതന്നെയാ വന്നത്. ലഡുവിന് ശേഷം വന്നത് എനിക്ക് മനമയായിരുന്നു. ആ, MS എന്റർടൈൻമെന്റിന്റെ ശ്രീബുദ്ധ ഡയറക്ട് ചെയ്ത മനമേ. ഉം. ലഡു ഓർ ജിലേബി? ഓൾവേസ് അപ്പൊ ലഡു ഓർ മനമേ? അത് ഒരു കപ്പിൾസിന്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റി. ഞാൻ സ്നേഹയുടെ പ്രൊഫൈലിൽ ടോവിനോടെ കൂടെയുള്ള ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അത്? അതൊരു മൂവിയാണ്. അദൃശ്യജാലകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് ഫിലിമാണ്. ഞാൻ സ്നേഹയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നോക്കിയ സമയത്ത് അത് സബ്സ്ക്രിപ്ഷൻ്റെ ആഡ് ചെയ്തത് കണ്ടു. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്ന് സംസാരിച്ചാലോ? ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു അത് എന്തുകൊണ്ട് വന്നില്ല. ഏറ്റവും റിസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്താ? അതിന്റെ ഒരു റിസൾട്ട് എന്തായിരുന്നു? ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. സീരിയസ്ലി ഗ്രേറ്റ്. ഇന്ന് ബിയോണ്ട് ദ മൈക്കിൽ എന്നോടൊപ്പം സ്നേഹ ജിതേന്ദ്രൻ, നിങ്ങളുടെ സ്വന്തം ലഡു. സ്നേഹ ഫസ്റ്റ് അഭിനയിച്ച ഷോർട്ട് ഫിലിമാണ് ലഡു. ചുരുക്കം ചിലർക്ക് മാത്രമാണ് അങ്ങനെ അഭിനയിച്ച ഫിലിമിന്റെ പേരിൽ അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിന്റെ പേരിലൊക്കെ അറിയപ്പെടാൻ ഭാഗ്യം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പേരിൽ അറിയപ്പെടുന്നതിൽ സ്നേഹ എത്രത്തോളം ഹാപ്പിയാണ്? അതിൽ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടാണ് താങ്ക് യു പറയാനുള്ളത്. കാരണം ലഡു എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഇങ്ങനെ ഇത്രയും ആൾക്കാരിലേക്ക് എത്തും, അത്രയും കണക്റ്റ് ആവും എന്നുള്ളതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒട്ടും. അപ്പം ആളുകൾ ഇപ്പോൾ ഇവിടുന്ന് തന്നെ കാണുന്ന സമയത്തും ആളുകൾ വന്ന് ഇത് ലഡു അല്ലേ എന്ന് പറയുമ്പോൾ അവരാണ് എനിക്ക് ആ പേര് തന്നത്. ശരിക്കും പറഞ്ഞാൽ അതിപ്പം ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ഫിലിമിന്റെ പേരാണ് ലഡു. ലഡു. അതിലുള്ള ആ ഒരു ക്യാരക്ടറിന്റെ നെയിം ലഡു എന്നല്ല. ആഹാ. പക്ഷെ ആ ലഡു എന്ന് വിളിച്ച ഓരോരുത്തർ വരുന്ന സമയത്ത് അവർ തന്ന പേരാണത്. അപ്പം അത് അവർ തന്നതുകൊണ്ട് 100% ഞാൻ ആ ഒരു വിളിക്കുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. അതുപോലെ ആ പേര് ഞാൻ എടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് ഞാൻ ആ ഒരു രീതി. ഇപ്പം ഇപ്പം പുറമെന്നൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് വരും നമുക്ക്. ഇപ്പം പേഴ്സണലി ലഡു കണ്ടു, അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുമ്പോൾ അങ്ങനെയാണ് അവരെന്നെ ലഡു എന്ന് വിളിക്കാൻ തുടങ്ങി. കമന്റിൽ വരാൻ തുടങ്ങി ലഡു. ഇത് ലഡു അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ റീൽസിലും കമന്റ് ഒക്കെ കമന്റ് ഒക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ അവർ തന്നതുകൊണ്ട് ഞാനത് 100% 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. അത്രേ ഉള്ളൂ. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഒരു പേര് കിട്ടിയതിലും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോ ലഡു എന്ന പേരിൽ ഹാപ്പിയാണെന്ന് പറഞ്ഞു. ഇതല്ലാതെ സ്നേഹ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ ആണ്, അഭിനേത്രിയാണ്. ഇപ്പൊ ഏതോ റീസെന്റ് ഒരു സീരിയലിൽ അഭിനയിച്ചു എന്നൊക്കെ കേട്ടു. എങ്കിലും ഇനി ഭാവിയിൽ ആളുകൾ എങ്ങനെ സ്നേഹനെ തിരിച്ചറിയണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ആക്ടറായിട്ട് തന്നെ അറിയപ്പെടണം തന്നെയാണ് ആഗ്രഹം. ആൾക്കാരെ തിരിച്ചറിയണം ആക്ടറാണെന്നുള്ളത്. അത് തന്നെയാണ് ആഗ്രഹം. അത് ഒരു 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 ഏജ് കഴിഞ്ഞപ്പോൾ മുതൽ, അതായത് ഒരു ചെറുപ്പകാലം കഴിഞ്ഞപ്പോൾ മുതൽ അഭിനയത്തിനോടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം ഇങ്ങനെ ലഡു ഇങ്ങനെ പെട്ടെന്ന് വന്ന് അത് പെട്ടെന്ന് റിലീസാവുന്നു, അത് വൈറലാവുന്നു, ആൾക്കാർ സ്വീകരിക്കുന്നു. അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സംഭവിച്ച ഒരു ലക്ക് പോലെ സംഭവിച്ച കാര്യങ്ങളാണ്. പിന്നെ ഒരുപാട് പേർക്ക് അവരുടെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു ഒരു കണ്ടന്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ, അപ്പം അതന്നെയാണ് എനിക്ക് ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മളെ ആൾക്കാർ ഈ ആക്ടിങ്ങിലൂടെ തിരിച്ചറിയാൻ പറ്റുമ്പോൾ അവർ വന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അവർ വന്ന് നല്ല അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടമായി കണക്റ്റായി എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം. അപ്പം ആക്ടറായിട്ട് തന്നെ അറിയപ്പെടാനാണ് ആഗ്രഹം. ഒരു ഇൻഫ്ലുവൻസർ ആകുമ്പോൾ ഇപ്പോൾ ബ്രാൻഡ്സ് ഒക്കെ മാനേജ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അഭിനേത്രി ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ സ്നേഹയ്ക്ക് തന്നെ ഒരു പേഴ്സണൽ ലൈഫും ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിക്ക് അങ്ങനെ സ്ട്രെസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഡൗൺ ആവാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നം തോന്നിയിട്ടില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് അത്ര സ്ട്രെസ് തോന്നാത്തത് ആക്ട് ചെയ്യുമ്പം തന്നെയാണ്. ഇപ്പം കണ്ടന്റ് ഒക്കെ നമ്മൾ ഇപ്പോൾ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു നമ്മൾ ഇരുന്ന് ആലോചിച്ച് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പം അത് കുറച്ചൊരു പണിയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹാപ്പിയാണ്.
ഇഷ്ടപ്പെട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നോണ്ട് അതിലെനിക്ക് അങ്ങനെ അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. തോന്നാറില്ല. ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞതില് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ചെയ്യുമ്പോ ഏറ്റവും സമാധാനം കിട്ടുന്ന, അത് പറയുമ്പോ തന്നെ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഏത് മേഖലയിൽ നിന്നാണ്? അങ്ങനെ ചോദിച്ചാല് ഏർണിങ്സ് എന്നല്ല, പക്ഷെ എന്നാലും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ചെയ്യുന്ന വർക്കുകൾക്കൊക്കെ നമുക്ക് അതിൻ്റെതായ ഒരു ശമ്പളം ഉണ്ടാവും. ഉം. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം എൻ്റെ ഈ ഞാൻ ചെയ്യുന്ന ഈ പരിപാടികളൊക്കെ ഒരു സോഷ്യൽ മീഡിയ, നമ്മുടെ ഈ ആക്ടിംഗ് ഒക്കെ ആയിട്ട് ബന്ധമുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അതിൽ നിന്ന് ഏർണിങ്സിൻ്റെ കാര്യത്തിൽ അത്ര വലിയ പ്രശ്നമായിട്ടില്ല. പക്ഷെ എന്നാലും ചില ബ്രാൻഡുകളുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കുറച്ച് ഡിലേ ഒക്കെ വരാറുണ്ട്. പിന്നെ പണി കിട്ടുന്ന കാര്യത്തിലും ഈ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി ചെയ്യുന്ന ഈ ബ്രാൻഡുകളുടെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കുറച്ചധികം പണി കിട്ടുന്നത്. അതായത് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മളിപ്പോൾ കൊടുക്കണം, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും അവർക്ക് ഓക്കെ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും ഒന്നെങ്കിൽ നമ്മൾ വീണ്ടും ഒന്ന് മുതൽ തുടങ്ങേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അത് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. 1, 2, 3 തവണ നമുക്ക് അത് മാറ്റി ചെയ്യാനുള്ള ഓപ്ഷൻ അവരാണ് തരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലഡുവിന് ശേഷം സ്നേഹയ്ക്ക് പിന്നെ വന്നിട്ടുള്ള പ്രൊജക്ടുകൾ ഏതൊക്കെയായിരുന്നു? ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതന്നെയാ വന്നത്. ലഡുവിന് ശേഷം വന്നത് എനിക്ക് മനമയായിരുന്നു. MS എന്റർടൈൻമെന്റിന്റെ ശ്രീബുദ്ധ ഡയറക്ട് ചെയ്ത മനമേ. അത് അടിപൊളിയായിരുന്നു. ലഡു പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് കണക്റ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് അത്. ഒരു കപ്പിൾസിന്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാൻ പറ്റി. കാരണം അവരൊക്കെ വന്ന് മെസ്സേജ് ചെയ്തു, ശരിയാണല്ലേ, കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമാണ്, ചില ആൾക്കാർ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അങ്ങനെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയപ്പം അങ്ങനെ തോന്നി, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് തോന്നി, അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട്. മനമയും കണ്ടതിന് ശേഷമാണ് ശരിക്കും മനസ്സിലായത് അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ, ആ രീതിയിലുള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ള ലൈഫിൽ. അങ്ങനെയൊക്കെ അതാണ് രണ്ടാമത്തെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം അവരുടെ കൂടെ തന്നെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ചെയ്യണം തന്നെയാണ് എനിക്കും ആഗ്രഹം. ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പം മനമേ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് മെസ്സേജ് അയച്ച് പറയാം, കമൻറ്റും ചെയ്യാം. ഓക്കെ. നാളെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ്. സ്നേഹയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. എങ്കിലും സ്നേഹയുടെ വർക്ക്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെങ്കിൽ അതൊക്കെ വേണം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും സ്നേഹയുടെ ഒരു റിയാക്ഷൻ? എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ സ്റ്റക്കായിരിക്കും നമ്മൾ. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഇപ്പൊ ടിക്ടോക്ക് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നിന്ന സമയത്താണ് ടിക്ടോക്ക് എടുത്തു കളയണേ ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ എടുത്തു കളഞ്ഞു, അടുത്ത സെക്കൻഡില് ഇൻസ്റ്റഗ്രാം റീൽസ് എന്ന് പറഞ്ഞൊരു സംഭവം ഓണായി. അപ്പൊ അതുപോലെ എന്തായാലും ഒന്നെടുത്ത് പറിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സാധനം വരും എന്തായാലും, അത് ഉറപ്പാണ്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇതിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒന്ന് പോയി കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ ആയിട്ട് വേറൊന്ന് കൊണ്ടുവരും, ഉറപ്പാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അല്ലാതെ നമ്മൾ അറിയുന്ന കോണ്ടാക്ട്സ് ഉള്ള വർക്ക്സിലൊക്കെ പോവാൻ പറ്റും, എന്നല്ലാണ്ട് എന്തായാലും സ്റ്റക്കായിരിക്കും. ഇത് ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത്രയും ഒരു ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ റീച്ച് ആക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. നമ്മളെന്താണെന്നുള്ളത് എന്തും കാണിക്കാൻ പറ്റുന്ന നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്നുള്ളത് ശരിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. സ്നേഹ പറഞ്ഞു ചെറുപ്പം മുതലേയുള്ള ഒരു ആഗ്രഹമാണ് ഈ ആക്ടിങ് എന്ന്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണോ വന്നത്, അതോ എന്തെങ്കിലും പ്രിപ്പറേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ സ്നേഹയുടെ പ്രൊഫൈലിൽ ടൊവിനോയുടെ കൂടെയുള്ള ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അത്? അതൊരു മൂവിയാണ്, അദൃശ്യജാലകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് ഫിലിമാണ്. അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ട, എൻ്റെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടൊക്കെ കണ്ട ആ ഒരു എന്താ പറയണ്ടേ, എനിക്കത് എന്താണ് പറയണ്ടേന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഒന്നുകൂടെ ബൂസ്റ്റ് ആയ ഒരു ടൈം അതായിരുന്നു. എൻ്റെ ലൈഫിലുണ്ടായ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്, സ്റ്റാർട്ടിങ് മൊമെൻ്റ് തന്നെ അതാണ്. അത് ഒരു അവാർഡ് മൂവിയാണ്. അപ്പം അതിൽ എന്നെ നേഴ്സായിട്ടാണ്
കോണ്ടാക്ട് ചെയ്തത്. അതിൽ വർക്ക് ചെയ്യുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. അപ്പം അവർ ഫോട്ടോ അയച്ചു കൊടുത്തു. ഡയറക്ടർ സാറിന്, ഡോക്ടർ ബിജു സാറാണ്. അപ്പോൾ സാറിന് ഇഷ്ടമായി. സാർ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോയത്. അപ്പോൾ പോയി ശരിക്കും പറഞ്ഞാൽ ആ ടൈമിൽ ടോവിനോ തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഓളമായിരുന്നു. എല്ലാവർക്കും ഒരു ഹാരമായിരുന്നു ആ സമയത്ത്. തല്ലുമാല ഈ ഒരു മൂവീസൊക്കെ വന്നിട്ടുണ്ടായ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ടോവിനോടെ ഒരു മൂവി ടൈമായിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഫേസ് ടു ഫേസ് നിന്ന് ഡയലോഗോട് കൂടി നമുക്കൊരു വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ ആ മൂവിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു വേറിട്ടൊരു കഥാപാത്രമാണ്. അപ്പം അത് കണ്ടു നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും, നമ്മൾ തന്നെ ഇങ്ങനെ ആലോചിക്കും, ഈശ്വര ഇത് അഭിനയമാണോ റിയൽ ലൈഫാണോ എന്നുള്ളത്. അങ്ങനെ സംസാരിക്കാൻ ഡയലോഗ് തന്നു, സംസാരിച്ചു. ഡോക്ടർ ബിജു സാറിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. എനിക്ക് ആകെ ഒരു ചെറിയൊരു ഡയലോഗാണ് ഉണ്ടായിരുന്നത്. ലൈക്ക് നമ്മളൊരു നേഴ്സ് എങ്ങനെയാണ് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് അതെങ്ങനെയാണ് കഴിക്കുക എന്ന് പറയുമല്ലോ ഒരു ഗുളിക കൊടുക്കുന്ന സമയത്ത്, അതുപോലെ ആ ഒരു സാധനം എനിക്ക് പറയാനുള്ളൂ. പക്ഷെ സാർ അത് കഴിഞ്ഞ പാട് കൈ തന്നു, അടിപൊളിയാക്കിയിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തു എന്ന് ആ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി തോന്നി. പിന്നെ അതിനുശേഷം ലഡു വന്നു. ഫസ്റ്റ് അപ്പോ സിനിമയിലായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അതൊരു ഭയങ്കര അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു സീന് കഴിഞ്ഞതിന് ശേഷമാണ് ലഡു. പക്ഷെ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല ലഡു ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഏറ്റെടുത്ത് എന്നെ ഇങ്ങനെ ലഡു എന്നുള്ള പേരൊക്കെ കിട്ടുന്നു നമ്മൾ സ്വപ്നത്തെ പോലെ വിചാരിക്കുന്നില്ലല്ലോ. അപ്പം ലക്കായിട്ട് തന്നെ കാണുന്നു എല്ലാം. ഞാൻ സ്നേഹയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നോക്കിയ സമയത്ത് അതിൽ സബ്സ്ക്രിപ്ഷൻ്റെ ആഡ് ചെയ്തിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു അത് എന്തുകൊണ്ട് വന്നില്ല. അതായത് ഇപ്പം നോർമലി സബ്സ്ക്രിപ്ഷൻ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ നമ്മൾ ആദ്യം കേട്ടുകൊണ്ടിരുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് യൂട്യൂബാണ്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ആണ്. അതായത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ചോയ്സാണ് അതിൽ എന്തിടണം എന്നുള്ളത്. ഇപ്പം ഞാൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഷൂട്ട്സും ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ കുറച്ച് ബോൾഡായിട്ടെന്ന് പറയുമ്പോൾ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഷൂട്ട്സും ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് എല്ലാ ഷൂട്ട്സും അല്ലെങ്കിൽ എനിക്ക് കംഫർട്ട് ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റണം, എല്ലാ കോസ്റ്റ്യൂംസും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റണം. പക്ഷെ ഞാനൊരു ചബ്ബി ആയതുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും എനിക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഭാവിയിലുള്ള ആഗ്രഹം. എല്ലാ തരത്തിലുള്ള കോസ്റ്റ്യൂംസും യൂസ് ചെയ്യാൻ പറ്റണം, ഷൂട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ എടുക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടില്ലെന്നല്ല, പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ചോയ്സാണ്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആൾക്കാരുള്ളതുകൊണ്ടാണല്ലോ അവർ ചെയ്യുന്നത്. അതെ, അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്തോട്ടെ, ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചെയ്യണ്ടേ. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ 2-3 വീഡിയോസോ ഫോട്ടോസൊക്കെ എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ അത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ പേജാണ്, എൻ്റെ ലൈഫാണ്, എൻ്റെ ബോഡിയാണല്ലോ, എൻ്റെ ഡ്രസ്സാണ്. അത് എനിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അത് ഇഷ്ടമുള്ള ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കണ്ടാൽ മതി, അല്ലാത്തവർ കാണണ്ട. അല്ലാത്തവർ നോർമൽ ഞാനിടുന്ന പോസ്റ്റ് കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. അതിപ്പം ആരും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ട്, ഇഷ്ടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. അത് ചെയ്തോട്ടെ, എല്ലാവർക്കും ജീവിക്കണ്ടേ. ഇപ്പോൾ ബോഡി ഷെയ്മിങ്ങും അതുപോലെ തന്നെ സൈബർ ബുള്ളിങ്ങും ഒക്കെ ആളുകൾ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്നേഹയ്ക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും അങ്ങനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കമൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അതായത് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്, പലർക്കും നേരിട്ടിട്ടുള്ള സൈബർ ബുള്ളിങ്ങും പിന്നെ കമൻസ്. ചില ആൾക്കാർ കമൻസ് ഒക്കെ ചില വീഡിയോസ് നമ്മൾ തന്നെ നോക്കും, കമന്റ് എന്താ ഉള്ളതെന്നുള്ളത് നോർമലി നമ്മൾ നോക്കുന്നതാണ്. പക്ഷെ അല്ലാത്തത് ചില ആൾക്കാർ വീഡിയോ ആയിട്ട് വരുന്നുണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ കുറെ കമന്റ്സ് ഇട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പം അവരൊക്കെ ഇതാക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഒന്നാമത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ അത്ര അങ്ങോട്ട് റീച്ചിൽ എത്തിയിട്ടില്ലല്ലോ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ. ഒരു 1 lakh above ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് ഈ സൈബർ അറ്റാക്ക് ഒക്കെ വന്നിട്ടുള്ളത്. അല്ലാണ്ട് എനിക്കിപ്പം എനിക്ക് സ്റ്റാർട്ടർ ആയതുകൊണ്ടോന്നും അറിയില്ല, അപ്പം അത്ര വലിയ എഫക്റ്റൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ നീ ഇത് അടിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ നീ എന്തിനാ അഡ്രസ്സ് ഇട്ടത്, ഇത് അടിച്ചിട്ട് ഇങ്ങനെയാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല, കമൻ്റായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ
ഞാനിത് പറയാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ലഡു എന്ന് പറയുന്ന ഒരു അത്രയും കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു ചബ്ബി ആയിട്ടുള്ള ഒരാളുടെ കഥ പറഞ്ഞ് അതിൽ ആക്ട് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ഞാനിത് പറയാൻ പാടില്ല. കാരണം എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പലപ്പോഴും കോൺഫിഡൻ്റ് ആണ്. എന്നാലും ചില സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയിരിക്കും. അത് ഞാൻ കുറെ പേർക്ക് കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ടാവാം. ചിലപ്പോൾ ലഡു കണ്ടിട്ട് കുറെ പേർക്ക് ആ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാവാം. തടി ഒരു വിഷയമല്ല, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ വരും, അല്ലെങ്കിൽ നമ്മളുടെ ശരീരമാണ്, നമ്മളാണ് എങ്ങനെ നടക്കണം തീരുമാനിക്കുന്നതൊക്കെ ശരിയാണ്. ഞാനതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കുന്നുണ്ട്. അതൊന്നും അല്ല എന്നല്ല, ചില സമയത്ത് ഒരു ഡൗൺ ആവാനുണ്ട്, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. അത് എത്ര തന്നെ ആരൊക്കെ എത്ര ചബ്ബിയായിട്ടുള്ള ആളില്ല എന്ന് പറഞ്ഞാലും ഞാനത് സമ്മതിച്ചു തരൂല. ഉണ്ടാവും. ഒന്നെങ്കിൽ നൈറ്റിലായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം നമുക്ക് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തേലും ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ആലോചിച്ച് എവിടെയെങ്കിലൊക്കെ എത്തും. ഇത് എനിക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ തന്നെ ഞാൻ ഇങ്ങനെ ചില സമയത്ത് ഭയങ്കരമായിട്ട് വണ്ണം ഒരു പ്രശ്നമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ വണ്ണം അയാൾക്ക് അൺഹെൽത്തി ആയിട്ട്, അതായത് അയാളുടെ ശരീരത്തിൽ തന്നെ രോഗാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വണ്ണം നമ്മൾ വെറുതെ ആക്കി കളയാൻ പാടില്ല. നമ്മൾ എന്തായാലും ആ വണ്ണം ശ്രദ്ധിക്കണം. ഞാൻ സ്നേഹനെ ബോഡി ഷെയ്മിങ് ചെയ്യല്ല, കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ചബ്ബി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണോ കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഒക്കെ മാറിപ്പോയിട്ടുണ്ടോ? ഒരു നല്ല വേഷം കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ആക്ടിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ് നമ്മുടെ അസറ്റ്. അതിനെ നന്നായിട്ട് ട്യൂൺ ചെയ്തിട്ടില്ലെങ്കിൽ എത്ര ചബ്ബി എന്ന് പറഞ്ഞിട്ടും നമുക്കൊരു വേഷം കിട്ടൂല. ചബ്ബി എന്ന് പറഞ്ഞിട്ടല്ല, ശരിക്ക് ഏറ്റവും കൂടുതലും ക്യാരക്ടറൊക്കെ വരുന്നത് ഭയങ്കര ബോഡി ഷേപ്പുള്ള ആ ഒരു രീതിക്ക് തന്നെയാണ്. നമ്മളൊരു എന്തെങ്കിലും ഒരു വർക്കിന് വേണ്ടി നമ്മളെ കോണ്ടാക്ട് ചെയ്താലും ഈ ഒരു സാധനം ഉണ്ട് അവിടെ. നമ്മുടെ വണ്ണം എന്ന് പറയുന്നത് ശരിക്കും അത് എപ്പോഴും ആ ഒരു സാധനത്തിനെ സൈഡാക്കി മാറ്റുന്ന രീതി ഇപ്പോഴും മാറിയിട്ടില്ല. പുറമെന്ന് എല്ലാവരും പറയുന്നതല്ല ശരിക്കും. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് അനുഭവം എന്ന് പറഞ്ഞാൽ ആരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ല നീ ഭയങ്കര വണ്ണമാണ്, നിനക്ക് ചാൻസ് തരാൻ പറ്റില്ല, അങ്ങനെയല്ല. പക്ഷെ നമുക്ക് ചില ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഒന്നാമത് വണ്ണമുണ്ട്, ഹൈറ്റും കൂടെ ഇല്ലെങ്കിൽ പിന്നെ തീർന്ന്. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഹൈറ്റ് കുറവാണ്. നന്നായിട്ട് വണ്ണം വെച്ച് കഴിഞ്ഞാൽ തീരെ ഹൈറ്റ് ഇല്ല, ചെറിയ നമ്മൾ ഹൈറ്റ് കുറഞ്ഞ് ഭയങ്കര ഉരുണ്ട രീതിക്ക് നമ്മൾ ഫീൽ ചെയ്യും. അപ്പം എത്ര ചെറിയ രീതിയിൽ വണ്ണം കൂടിയാൽ പോലും ഒരു ക്യാരക്ടറിന് നമ്മളെ വിളിക്കുന്ന സമയത്ത് അത് നമുക്കാണ് പ്രശ്നം ഉണ്ടാക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിപ്പം നമ്മളടുത്ത് വന്നിട്ട് പറയടോ നമ്മൾ അടുത്ത വർക്കിന് വിളിക്കാം എന്ന് പറഞ്ഞാൽ നമുക്കാണത് ഫീൽ ആവുക. അവർക്ക് അറിയില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും നമ്മളെ വണ്ണം കൊണ്ടാണ് നമ്മളെ മാറ്റി നിർത്തുന്നതെന്ന്. അങ്ങനത്തെ കുറച്ച് ഇപ്പോഴല്ല കേട്ടോ, ഈ ലഡു കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഫീലേ ഉണ്ടായിട്ടില്ല. അതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇനി ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഡൗൺ ആവുന്നല്ലാണ്ട് അധിക ടൈമും കോൺഫിഡൻ്റ് തന്നെയാണ്. സ്നേഹ എന്ന് പേരുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സ്നേഹയ്ക്ക് വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചിട്ടൊക്കെ എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അതെ. നല്ലല്ലേ? അതെ, നല്ലത്. അതുപോലെ കല്യാണത്തെക്കുറിച്ച് ഇങ്ങനെ വലിയ അഭിപ്രായമൊന്നും ഇപ്പം ഇല്ല. രണ്ടുപേര് തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം, അത്രേ ഉള്ളൂ. സ്നേഹ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലേ? ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് വെച്ചാൽ സമയമാകുമ്പോൾ കല്യാണം കഴിക്കുമായിരിക്കാം. സ്നേഹയുടെ ഭാവി വരനെ കുറിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ എന്താണ്? കോൺസെപ്റ്റ് ഒക്കെ ചോദിച്ചാല് ഇപ്പം ജോബ്, അറ്റ്ലീസ്റ്റ് ഒരു കുഴപ്പമില്ലാത്തൊരു ജോലി എന്ന് വെച്ചാൽ ശമ്പളം അങ്ങനെ ഇത്ര വേണം, കൂടുതൽ വേണം, അങ്ങനെയൊന്നുമില്ല. ആവശ്യത്തിന് പോവാൻ. ഇപ്പം രണ്ടുപേരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണം. പിന്നെ ലുക്ക് വൈസ് ഒന്നും അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് വേണ്ടത് ട്രസ്റ്റാണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ, ഗ്രീൻ ഫ്ലാഗ് ആണോ റെഡ് ഫ്ലാഗ് ആണോ, എനിക്ക് എന്താ പറയണ്ടേ, ഈ ദേഷ്യപ്പെടുന്ന, എനിക്ക് അങ്ങനത്തെ ആൾക്കാരെന്തോ ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ എനിക്കെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച്, നമ്മുടെ ജോബ് ഇതൊക്കെയാണല്ലോ. അതായത് ഇപ്പം ആക്ടിങ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മേഖല ആയിരിക്കണം എന്നില്ല. അപ്പം നമ്മൾ പുറമെ കേൾക്കുന്ന
ഇത് വേറെ രീതിയിലാണ്. അപ്പൊ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം ഇപ്പൊ ഒരു ഫാമിലി, അച്ഛൻ അമ്മ അങ്ങനെ ഒരു ഫാമിലിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ തീരെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം ചെയ്യുന്നവരുണ്ടാവാം. അപ്പം ഒരു എല്ലാം നമ്മളിപ്പം ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അപ്പൊ ആ ഒരു ജോലിനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റണം. റെസ്പെക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ട്രസ്റ്റ്, ലവ്, ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ ഇപ്പൊ ടൈം ആകുമ്പോൾ വരികയാണെങ്കിൽ എന്തായാലും കല്യാണം കഴിക്കുന്നല്ല പറയണേ. അപ്പൊ നമ്മളിപ്പോ അതെ, നമ്മളിപ്പോ എന്തായാലും കൂടുതൽ അറിയണം. ഇപ്പൊ പെട്ടെന്ന് ചാടി കയറി കല്യാണം കഴിക്കുക അതല്ല. അത് നമ്മൾ അറിഞ്ഞ് കുറച്ച് നാള് പരിചയപ്പെട്ട് അല്ലെങ്കിൽ കുറച്ച് നാള് പ്രണയിച്ച് അങ്ങനെയൊക്കെ അവസാനം കല്യാണത്തിൽ എത്തുമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ എപ്പൊ കല്യാണം കഴിക്കാൻ തോന്നണോ അപ്പൊ കല്യാണം കഴിക്കും, ഇത്രേ ഉള്ളൂ. അങ്ങനെ ഫോഴ്സിങ് ഒന്നുമില്ല. എൻ്റെ ഫാമിലിയിൽ നിന്നും എനിക്ക് അത്ര ഫോഴ്സിങ് ഇല്ല. എനിക്ക് ഓക്കെ ആണോ അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഓക്കെ. അടുത്തൊരു 5 വർഷത്തിന്റെ ഉള്ളിൽ സ്നേഹ ജിതേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെ എത്തി നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ പറഞ്ഞല്ലോ ഓൾറെഡി. അതായത് ആക്ടിങ്ങിലാണ് എനിക്ക് താല്പര്യമുള്ളത് കൂടുതലും. പിന്നെ ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ, പക്ഷെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നടക്കും എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അവിടേക്ക് എത്താനുള്ള ഒരു ശ്രമം അത് നമ്മൾ എന്തായാലും നടത്തും. 5 വർഷത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു മാർക്ക് ഉണ്ടാക്കി വെക്കണം എന്നാണ് ആഗ്രഹം. പേര് ഇപ്പം നമ്മൾ പറയില്ല, നമ്മുടെ പേര് ഒരു മൂവി, ഒരു നല്ല മൂവി ചെയ്തിട്ട് ആ ഒരു പേര് ഒരു കാലെടുത്ത് വെച്ച് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതെന്തായാലും നടക്കുമെന്ന് തോന്നുന്നു, നടത്തണം. അതന്നെ, അതാണ് ആഗ്രഹം. അപ്പൊ സ്നേഹയുടെ ആഗ്രഹം പോലെ തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല എല്ലാ ലാംഗ്വേജിലും നല്ലൊരു ഫ്യൂച്ചർ സ്നേഹയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സ്നേഹയുടെ ലൈഫിൽ ഇന്ന് വരെ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും റിസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്താ? അതിന്റെ ഒരു റിസൾട്ട് എന്തായിരുന്നു? ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. സീരിയസ്ലി ഗ്രേറ്റ്. കാരണം ഞാൻ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ്, ഈ ഒരു മേഖല ഉണ്ടല്ലോ, നമ്മൾ ആക്ടിങ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ, റീൽസ് ഒക്കെ ആയിക്കോട്ടെ, അതൊന്നും ചെയ്യണ്ടാവില്ലായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ആഗ്രഹം ഇങ്ങനെ വളർന്ന് വന്ന് പന്തലിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് നോർമൽ ഒരു ഏതെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്നുണ്ടാവും നമ്മൾ പഠിച്ച് കഴിഞ്ഞ്. പക്ഷെ എന്തായാലും ഈ ഒരു ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അതിനെ തൊട്ട് തന്നെ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് ഫാഷൻ സ്റ്റൈൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ഫീൽഡ് എന്തായാലും വിടില്ല. നമ്മളിപ്പം ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഇപ്പം പല രീതിയിലുള്ള കോഴ്സുകൾ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ ഈ ഒരു ഇവിടെ എത്തി നിൽക്കുന്ന ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ഈ ഒരു പ്രൗഡ് മൊമെന്റ്, അല്ലെങ്കിൽ ഈ ഒരു സമാധാനം, സന്തോഷമൊന്നും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനു വേണ്ടി എടുത്തൊരു റിസ്ക് ആണ് സത്യം. എൻ്റെ എന്താ പറയണ്ടേ, ഞാനിതിപ്പം എനിക്ക് ഇതാണ് ഇഷ്ടം, എനിക്ക് ഇതിലേക്കാണ് പോകേണ്ടത്, ആക്ടിങ് ആണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖല, അല്ലെങ്കിൽ എനിക്ക് ഇതാണ് ഇഷ്ടം, എനിക്കിത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് നമുക്ക് എല്ലാവർക്കും, ഇപ്പം എൻ്റെ ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കണമെന്നില്ല വേറൊരു കുട്ടിക്ക്. ഇപ്പം ഒട്ടും ഫാമിലിന്ന് എന്താ പറയണ്ടേ സപ്പോർട്ട് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കും അതുപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, നമുക്ക് എത്രത്തോളം അവരെ എന്താ പറയാ, നമ്മളെ ഇങ്ങനെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടമാണ്, ഞാൻ ഇതേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അവരെ നമ്മളെ കൂടെ നിർത്തിയിട്ട് നമ്മൾ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഫാമിലിയായിട്ട് അപ്രോച്ച് ചെയ്തപ്പോഴോ, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നാണോ കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഫാമിലിയിൽ നിന്നാണ് സപ്പോർട്ട് കിട്ടിയതും. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, സ്റ്റാർട്ടിങ് ഇപ്പം ഞാനിപ്പോൾ എനിക്കിതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് മേഖല ഇതാണ്, എനിക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എൻ്റെ ഭാവി ഞാൻ ഇങ്ങോട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ ആകെ അക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നത് എൻ്റെ അമ്മയാണ്. കുഞ്ഞുനാളിൽ തന്നെ ഇൻഡസ്ട്രിയിലേക്ക്, അതായത് ഈ ആൽബം അല്ലെങ്കിൽ മൂവി ഇതൊക്കെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ആളും എൻ്റെ അമ്മയാണ്. വളർന്നപ്പോൾ എന്നെ അത് വേണോ അല്ലെങ്കിൽ അത് ചെയ്യണ്ട, നീ വേറെ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞതും എൻ്റെ അമ്മയാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മളൊരു ഇൻഡസ്ട്രീൻ്റെ അകത്ത് നിന്നിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ
നമുക്കറിയാം എന്താണ് ഉള്ളിൽ നടക്കുന്നത്. നമ്മൾ ആക്ട് ചെയ്യുക, വരിക, പോവുക, ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പുറമെ കേൾക്കുന്നത് ആക്ടിങ് എന്നുള്ള സംഭവമല്ല, അല്ല. വേറെ രീതിക്ക് നമ്മൾ പുറമെ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫാമിലി, നമ്മുടെ അമ്മമാര്, അച്ഛന്മാര് എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഞാനൊരു പെൺകുട്ടിയാണ്, അവർക്ക് ഞാനൊരു പെൺകുട്ടിയാണ് എന്ന് വെച്ചാല് ഒരു പെൺകുട്ടിയാണ്, ഒരു ആൺകുട്ടിയല്ല അവളെ എങ്ങനെയാ നമ്മൾ വിടുന്ന ഇതിലേക്ക് എന്നുള്ളൊരു സംഭവം. നമുക്ക് എന്താണ്, ആണായാലും പെണ്ണായാലും നമ്മളെ നോക്കാൻ നമുക്കറിയാന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷെ ആണായാലും പെണ്ണായാലും നമ്മളിപ്പോ ഒരു നോ പറയേണ്ട അടുത്ത് നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് അങ്ങനെ തന്നെയാണ്, നോ പറയേണ്ട അടുത്ത് നോ പറയാൻ പഠിക്കുക. പക്ഷെ ആ സമയത്ത് അങ്ങനെയല്ല. നമ്മുടെ പാരൻസിന് എപ്പോഴും നമ്മളൊരു പെൺകുട്ടിയാണ്, അവർക്ക് ആ ഒരു കൺസിഡറേഷൻ കൂടുതലാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു അതായിരിക്കണം. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ കേൾക്കുന്നതല്ലേ ഒരുപാട് ഇങ്ങനെയൊക്കെ, നിനക്ക് എങ്ങനെയാണ് അങ്ങനെ തോന്നുന്നത്, അങ്ങോട്ടേക്ക് തന്നെ പോകണം. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മൾ പുറമെ കേൾക്കുന്നതല്ലല്ലോ എല്ലാം സത്യമാവണമെന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാവാം, നമ്മളിപ്പോ ഇൻഡസ്ട്രീനെ കുറിച്ച് അറിയുന്നത് കൊണ്ട് അങ്ങനെ ഉള്ളത് ഉണ്ടാവാം. പക്ഷെ നോ പറയേണ്ടത് നോ പറഞ്ഞാൽ കഴിഞ്ഞു. അങ്ങനെ അമ്മേനെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷെ ഞാൻ സ്റ്റാർട്ടിൽ പറഞ്ഞ സമയത്ത് അച്ഛനാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അച്ഛൻ ഓക്കെയാണ്. അച്ഛൻ പറഞ്ഞു അവള് ചെയ്യട്ടെ, എന്താണ് ഇഷ്ടം. ഇപ്പൊ നമ്മളിപ്പം ഈ ഒരു ജോലിക്ക് മാത്രമല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ മീഡിയ ആയിട്ട് ഭയങ്കര ബന്ധത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ഇൻഡസ്ട്രിയിലാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് നമ്മളിങ്ങനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് കേൾക്കണമെന്നുള്ളതാണ്. അപ്പൊ അത് എന്താ പറയേണ്ടത്, അത് നമ്മുടെ പാരൻസിന് കുറച്ച് ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ അമ്മേനെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് മാസങ്ങളൊക്കെ എടുത്തു. അമ്മ എങ്ങനെ എപ്പ ഹാപ്പിയാണോ? ഇപ്പൊ ഹാപ്പിയാണ്. ഇപ്പൊ ഹാപ്പിയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറയും ശരിയാണ്, എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പം അവളെ നോക്കിയിട്ട്, അവള് ശ്രദ്ധിക്കട്ടെ, അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവള് ചെയ്യട്ടെ. ആ ഒരു ലെവലിലേക്ക് അമ്മ എത്തി. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഒക്കെ ഒരു ശരിക്കും ഞങ്ങളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഫുൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് എന്താ പറയുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ്. അല്ലാണ്ട് വാശി പിടിച്ചിറങ്ങി പോവോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങനെയാണ്, ഞങ്ങൾ അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്തു. സത്യം, അച്ഛൻ, അമ്മ, അനിയൻ, ഈ ഒരു 3 പേരാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫാമിലി കിട്ടുക പറഞ്ഞാൽ സ്നേഹ ഭയങ്കര ബ്ലെസ്ഡ് ആണ് കേട്ടോ. കാരണം പലർക്കും ഇങ്ങനെ ഒരു ഫാമിലി സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും സാധാരണഗതിയിൽ അങ്ങനെ കിട്ടാറില്ല. ആ ഒരു കാര്യത്തിൽ സ്നേഹ വളരെ ലക്കിയായിട്ട് തോന്നുന്നുണ്ട്. എനിക്കാണെങ്കിലും സ്നേഹനെ ആദ്യമായിട്ട് അറിയുന്നത് ലഡുവിലൂടെയാണ് കേട്ടോ. അപ്പൊ സ്നേഹ എങ്ങനെയാണ് ലഡുവിൽ എത്തിപ്പെട്ടത്? ലഡുവില് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഡ്യൂഡ്. അവരൊരു ടീമായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു സ്റ്റോറി വന്നപ്പം ആളെന്നെ, അതായത് ഒരു ചബ്ബിയായിട്ടുള്ള കുട്ടീനെ വേണം. അപ്പൊ അങ്ങനെ സ്റ്റോറി വന്നപ്പം ആളെന്നെ കോണ്ടാക്ട് ചെയ്തു. എടാ ഇങ്ങനെ നിനക്ക് പറ്റിയിട്ട് നല്ലൊരു സ്റ്റോറി വന്നിട്ടുണ്ട്, നിനക്ക് ചെയ്യാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ലിബിൻ ചേട്ടൻ ആ സമയത്ത് കുറെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ആക്ട് ഒക്കെ ചെയ്യണം. അപ്പൊ ലിബിൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പം ഇങ്ങനെ പറഞ്ഞു, ലിബിൻ ചേട്ടനാണ് ഡയറക്റ്റ് ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ക്യാരക്ടറാണ്, ഇങ്ങനെയാണ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. ഇങ്ങനെ ഒരു നിന്നെ പോലെ തന്നെ ഒരു ചബ്ബിയായിട്ടുള്ള ഒരു കുട്ടിയുടെ കഥ പറയുന്നതാണ്, ഒരു ലൈഫിൽ വരുന്നിട്ടുള്ള ഇൻസിഡൻസ് ആണ്, നീയൊക്കെ അനുഭവിച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ലിബിൻ ചേട്ടൻ എന്നെ വിളിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, സ്ക്രിപ്റ്റ് അയച്ചിരുന്നു. അങ്ങനെ കൺഫേം ആയി, അങ്ങനെ പോണു ചെയ്യണു വരുന്നു. എനിക്ക് എൻ്റെ ലൈഫിൽ എന്താ പറയണ്ടേ, ഞാൻ ലിബിൻ ചേട്ടൻ്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ ലിബിൻ ചേട്ടൻ എന്ന ആക്ടറിനെക്കാളും ലിബിൻ ചേട്ടൻ എന്ന് പറയുന്ന ഡയറക്ടറിനെയാണ് എനിക്ക് കൂടുതൽ കണക്ട് ആയത്. അത് എനിക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര അത്ഭുതത്തോടൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഔട്ട് വന്നപ്പോ പിന്നെ ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞിട്ട് ഡ്യൂഡിനൊരു താങ്ക് യു പറയട്ടെ. അപ്പം എനിക്ക് ലഡു എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം വന്നപ്പം എന്നെ വിളിച്ചത് ഡ്യൂഡാണ്. അപ്പം ഞാൻ ഡ്യൂഡിൻ്റെ അടുത്ത് ഒരുപാട് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷെ ഇപ്പോഴും ഞാൻ പറയണു, എനിക്ക് ആ ഒരു കണ്ടന്റ് വന്നപ്പം എന്നെ ഓർത്തിട്ട് എനിക്ക് തന്നതിൽ താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിലും അതല്ല സ്നേഹയുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഈ ഒരു ലൈഫ് ജേണി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ടായിരിക്കും, റിയൽ ആയിട്ടുള്ളവരും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ സാധിക്കാറുണ്ടോ? പിന്നെ എനിക്ക് വലിയ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ വലിയ സർക്കിളൊന്നും ഇല്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു വിരലെണ്ണാവുന്ന കുറച്ച് പേരെ ഞാൻ ക്ലോസ് ആക്കി നിർത്തിയിട്ടുണ്ടാവുള്ളൂ. അവര് ഭയങ്കര സപ്പോർട്ടാണ്.
എല്ലാരോടും ഞാൻ കമ്പനി ആണെങ്കിലും അങ്ങനെ വലിയ സർക്കിളുള്ള ഒരാളല്ല, ഉം. ആവശ്യത്തിന്. അപ്പം അവര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം എനിക്കിപ്പോൾ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്നും തുറന്നു പറയാൻ പറ്റുന്ന കുറച്ച് പേര്. കുറച്ച് പേര്. സ്നേഹനെ ലഡുവിലൂടെയാണ് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ലഡുവിലെ ക്യാരക്ടറും സ്നേഹയുടെ റിയൽ ലൈഫ് ക്യാരക്ടറുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റീസ് ഒക്കെ തോന്നിയിട്ടുണ്ടോ? ആൾക്കാർ ഇപ്പോഴും കുഞ്ഞുനാൾ മുതലേ കേട്ടത് തന്നെ നമ്മളിപ്പോഴും കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാനത് വേറെ രീതിയിലൊന്നും എടുക്കാറില്ല. ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഞാൻ ഹാപ്പിയാണ് അതിൽ. പിന്നെ അതിൽ ഏറ്റവും സിമിലാരിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ. ഫുഡ് ഞാൻ എപ്പോഴും, അത് അന്നും ഇന്നും ഒക്കെ ഞാൻ ആസ്വദിച്ച് കഴിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിക്കാൻ, ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുക, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അക്കാര്യത്തിലൊന്നും അങ്ങനെ ഒരു ഇതും വ്യത്യാസമൊന്നുമില്ല. അതായത് റിയൽ ലൈഫുമായിട്ട് അങ്ങനെ അതിൽ വ്യത്യാസം മാറ്റമൊന്നുമില്ല. ഇല്ല, സെയിം ആണ്. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ ഒരു വൻ വിജയം തന്നെയായിരുന്നു. അപ്പോൾ അതിന് ശേഷം ചെയ്ത പ്രൊജക്റ്റിൽ എടുക്കുമ്പോൾ സ്നേഹ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ച് മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? എങ്ങനെയാ? കാരണം ഓൾറെഡി ലഡു നല്ലൊരു വിജയമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ പ്രൊജക്റ്റുകളാണോ, അങ്ങനത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ലഡു എന്ന് പറഞ്ഞത് നല്ല രീതിക്ക് എന്താ പറയണ്ട റീച്ചായി നിൽക്കുമ്പോഴാണ് നമുക്ക് അടുത്ത വർക്ക് വരുന്നത്. MS എന്റർടൈൻമെന്റിന്റെ മനമേ എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീബുദ്ധ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. പുള്ളിക്കാരനാണ് എന്നെ വിളിക്കണേ. ശ്രീബുദ്ധ എന്നെ വിളിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ചെയ്യണം, നിനക്ക് പറ്റിയ വേഷമാണ്, അത് നീ തന്നെ ചെയ്യണം ആ ക്യാരക്ടർ എന്നുള്ള രീതിക്ക്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വരാം, ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഈ ലഡു ഇറങ്ങിയ സമയത്ത് എല്ലാവരും ലഡു ആയിട്ട് കണ്ടു. ലഡു എന്ന് പറയണ ആ ഒരു എന്താ പറയുക, ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഓരോ ഫ്രെയിമും ഭയങ്കര ക്യൂട്ടാണ്. അപ്പൊ ഈ സാധനം ഇവരെല്ലാരും ക്യൂട്ടായിട്ട് അങ്ങ് എടുത്തു. ഇത് ഞാൻ നോർമലി ഒരു മോശമായിട്ട് പറയല്ല, എല്ലാരും എടുത്തു. അപ്പൊ ആൾക്കാർ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം വേറെ ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അത് ചിലപ്പോൾ കുറച്ച് ക്യൂട്ട്നെസ് കുറഞ്ഞു, അല്ലെങ്കിൽ അത്ര ലഡുവിന്റെ അത്ര എത്തില്ല എന്ന് വെച്ചിട്ട് നമ്മളിപ്പോ ഓരോ ക്യാരക്ടേഴ്സ് ഇങ്ങനെ മാറി മാറി ചെയ്യണം. എപ്പോഴും നമുക്ക് ലഡു പോലത്തെ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഓരോ ക്യാരക്ടറിന്റെ ഡെപ്തും വേറെ രീതിയിലായിരിക്കും. അപ്പൊ ആ രീതിക്ക് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എനിക്കിത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മനമേ എന്നുള്ള ഷോർട്ട് ഫിലിം ചെയ്യേണ്ടി വന്നു. അതായത് ഞാൻ അത് ചെയ്തതിന് ശേഷമാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ഈ ലഡു ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കമന്റ് വന്നു. നോർമലി ഈ അതിന് മുമ്പ്, ലഡു റിലീസ് ആവണതിന് മുമ്പ് എൻ്റെ പേജ് കണ്ടവർക്കറിയാം, ഞാൻ കുറച്ച് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട് വീട്ടിൽ നിന്ന്. അപ്പൊ അത് പല രീതിയിലുള്ള നമ്മുടെ ഈ ബോളിവുഡ് സോങ്സ് ഒക്കെ ഭയങ്കര റീലൊക്കെ ഭയങ്കരമായിട്ട് ടോപ്പിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതുപോലത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ള ഡാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യും. അത് ചെയ്തപ്പോ ആ സമയത്തൊക്കെ കുഴപ്പമില്ലാണ്ട് റീച്ചൊക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോസിന്. ലഡു വന്നതിന് ശേഷം ഈ വീഡിയോസ് കണ്ട് ആൾക്കാർ സ്ക്രോൾ ചെയ്ത് പോകും. ഇപ്പൊ ഇത് കാണും, ഇത് കണ്ടിട്ട് അതിൽ ഒരുത്തം വന്ന് കമന്റ് ചെയ്തു. അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കമന്റ് ചെയ്തു, ലഡു കണ്ടിട്ട് വന്നതാ, ഇത് കണ്ടപ്പോ എല്ലാം പോയി. ലഡു കണ്ടപ്പോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, ഇത് കണ്ടപ്പോ എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് കണ്ടു. ഈ കമന്റ് കണ്ടപ്പോ ഞാനൊന്ന് ചിന്തിച്ചു, ലഡു പീക്കിൽ നിൽക്കുന്ന സമയമല്ലേ, ഞാൻ എന്ത് ചെയ്യാ, ഇതിപ്പോ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ആൾക്കാർ മോശം എന്തോ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിൽ വന്നു. എൻ്റെ മനസ്സിലൊന്നും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് കാരണം ഞാൻ എല്ലാം പറയില്ല, പക്ഷെ ഈ ഒരു സാധനം എനിക്ക് പറയണം തോന്നി. കാരണം എനിക്ക് 2 മൈൻഡ് വന്നു തുടങ്ങി. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് എന്താ ചെയ്യണം എന്ന് മനസ്സിലാവണില്ല, ഞാനിപ്പോ ലഡു ഇങ്ങനെ നിൽക്കല്ലേ, എന്താ ചെയ്യാന്നുള്ളൊരു സാധനം ചോദിച്ചപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിന്റെ പേജ് ഒന്ന് ക്ലീൻ ആക്ക്. ശരിയാണ്, ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കണു. കാരണം വെച്ച് കഴിഞ്ഞാല് ലഡുവിന്റെ റീൽസ് വരുന്നതിന് മുമ്പ് എൻ്റെ പേജ് ഒരു മെനയില്ലാണ്ട് കിടക്കായിരുന്നു. എന്തൊക്കെയൊക്കെയോ റീൽസ് ഇങ്ങനെ ഞാൻ ചെയ്തിടുന്നു, എന്തിനൊക്കെയോ വേണ്ടി കാട്ടിക്കൂട്ടുന്നു എന്നൊക്കെ പറയണില്ല, അതുപോലെ ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചു, റീൽസ് ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ചു. പക്ഷെ ആ ഒരു സാധനം എനിക്ക് ഇപ്പോഴാണ് തോന്നലുണ്ടായത്, ഞാൻ അവൻ പറഞ്ഞ ആ കമന്റിന് വേണ്ടിയിട്ടാണോ ഈ ഒരു സാധനം ഹൈഡ് ചെയ്ത് വെച്ചേന്ന്. അതായത് അവൻ ലഡു കണ്ടു വന്നു, ഞാൻ അവനെ ഒന്നും പറയണില്ല, കാരണം എനിക്ക് ഭയങ്കര സ്നേഹം മാത്രമേ ഉള്ളൂ അവരോട്. കാരണം വെച്ചാൽ ആ ഒരു സാധനം കണ്ടപ്പോഴേക്കും അവൻ ആ ലഡുവിനോട് തോന്നിയ ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ഫിലിം കണ്ട ഇഷ്ടം മൊത്തത്തിൽ അവന് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ചോർന്നു പോയെങ്കിൽ അതെന്റെ തെറ്റല്ല, അവൻ്റെ തെറ്റാണ്. ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ അതിപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. അതെനിക്ക്
റിയലൈസ് ചെയ്യാൻ മനമേ ചെയ്യേണ്ടി വന്നു. മനമേ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്കത് റിയലൈസ് ആയത്. കാരണം മനമേ ലഡുവിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ക്യാരക്ടറും ഇതൊക്കെ. പക്ഷെ നല്ല ക്രൂ ആയിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ഇത് ഡിഫറൻസ് വന്നപ്പോഴാണ് എപ്പോഴും എനിക്കിപ്പോൾ ലഡു പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ തരം ഇതും ചെയ്യണം. ഇപ്പം ഞാൻ ഷൂട്ട് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഇങ്ങനൊരു കമന്റ് വന്നു എന്നും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് പോവും. അപ്പോഴാണ് ഈ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ നന്നായിട്ട് ആലോചിച്ച സമയമായിരുന്നു അത്. ഇങ്ങനൊരു കമന്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ പാളിപ്പോവാത്ത ആൾക്കാരുടെ അടുത്ത് ഒരു സെക്കൻഡിൽ ഇങ്ങനെ നമ്മളെ മൈൻഡ് ഡൈവേർട്ട് ആവും. അതെനിക്ക് മനസ്സിലാക്കി തന്നത് ആ ഒരു കമന്റാ. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഒന്ന് പേജ് നന്നായിട്ട് മേനയാക്കി വെച്ചു. പക്ഷെ എപ്പോഴും ഞാൻ നിങ്ങളുടെ ലഡു ആണ്. പക്ഷെ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, എനിക്ക് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ലഡുവിന് ഇഷ്ടപ്പെടാണ്ടൊന്നും ഇരിക്കണ്ട, ഇത്രേ ഉള്ളൂ. ലഡുവിലെ ക്യാരക്ടർ ഇപ്പോൾ ഒരുപാട് ചബ്ബിയായിട്ടുള്ള ഗേൾസിനൊക്കെ വല്ലാതെ കണക്ട് ചെയ്യാൻ പറ്റി. അവർക്കൊക്കെ ഭയങ്കര മോട്ടിവേഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മനമേ, അത് നമ്മുടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യൂവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. രണ്ടും സ്റ്റോറി തിരഞ്ഞെടുത്തതിൽ വളരെ എന്താ പറയുക, ഭയങ്കര എക്സലൻ്റ് ആയിട്ടാണ് അവിടെ കണ്ടത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റ് എങ്ങനെയുള്ളതായിരിക്കും? നെക്സ്റ്റ് എങ്ങനെയുള്ളതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അറിയില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിൻ്റെ ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. അതിപ്പം ഇന്ന ക്യാരക്ടറാണെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ മനമേ പോലും ചെയ്തത്. കാരണം എനിക്ക് ഓക്കെ ആയിരുന്നു. ഞാൻ ഡയറക്ടർ വിളിച്ചപ്പോൾ ഞാൻ പോയി ചെയ്തു. ഓക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ട് വന്നു. അതുപോലെ ഇനിയും വെറൈറ്റി ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണം, ഇത്രേ ഉള്ളൂ. പരീക്ഷിക്കും ഞാനെല്ലാം. ഇപ്പൊ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് മാറ്റി പിടിച്ചാലോ? അപ്പൊ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പോവാം. Welcome to the rapid fire round. ലഡു ഓർ ജിലേബി? ഓൾവേസ് ലഡു. അപ്പൊ ലഡു ഓർ മനമേ? നോ ആൻസർ, രണ്ടും. ഓക്കെ. സ്നേഹയുടെ സീക്രട്ട് സെലിബ്രിറ്റി ക്രഷ് ആരാണ്? അത് സീക്രട്ട് അല്ലേ, പറയാൻ പറ്റില്ല. എന്നാ വിട്, സീക്രട്ട് വിട്ടിട്. സെലിബ്രിറ്റി ക്രഷ് ആരാണ്? സെലിബ്രിറ്റി ക്രഷ് ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിൽ. സ്നേഹ കണ്ടതിൽ വെച്ചിട്ട് ഒരു ഫിലിമില് ഒരു ക്യാരക്ടർ സ്നേഹ ചെയ്താൽ കൊള്ളാന്ന് തോന്നിയിട്ടുള്ളത് ഏതാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുറേ ഉണ്ട്. എന്നാലും ഒരെണ്ണം മതി. മായാനദി മൂവിയിലുള്ള അപ്പു എന്ന് പറയുന്ന ക്യാരക്ടർ. അതെ. ഓക്കെ. അപ്പോൾ ഒരു സുപ്രഭാതത്തില് സ്നേഹ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയി നിൽക്കുക. അപ്പൊ എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ജനങ്ങൾക്ക് എന്തൊക്കെയാണോ കിട്ടാത്തത് അതൊക്കെ കൊടുക്കണം. എല്ലാം എല്ലാം ചെയ്യും. എല്ലാം കൊടുക്കും. ഗുഡ്. അനിരുദ്ധ് ഓർ സായ് അഭയങ്കർ? സായ് അനിരുദ്ധ്, രണ്ടുപേരും. അതെ, രണ്ടുപേരും ഇഷ്ടം. എന്നാലും അനിരുദ്ധ്. ഓക്കെ. സ്നേഹ അവസാനം ഗൂഗിളിൽ സെർച്ച് ചെയ്തത് എന്താണ്? ഹൗ ടു കിൽ ആൻ ആങ്കർ. എന്ന് ശരി, ഞാനെന്നാ അങ്ങോട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ റാപ്പിഡ് ഫയർ ഇവിടെ വെച്ച് നിർത്താം. അതായിരിക്കും എന്റെ ആരോഗ്യത്തിന് കുറച്ചും കൂടി നല്ലത്. എന്തായാലും സ്നേഹ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് സ്നേഹയ്ക്ക് പറയാനുള്ളത്? നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല. കാരണം ലഡു നിങ്ങൾ ഒരുപാട് എല്ലാവരുടെയും സ്നേഹം ഞാൻ കണ്ടതാണ്. അതുപോലെ മനമേ നിങ്ങളുടെ സ്നേഹം കണ്ടതാണ്. അപ്പം ഇനി അങ്ങോട്ടും ഒരുപാട് ഷോർട്ട് ഫിലിമും അതുപോലെ ആഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ കാണാം. അപ്പം അതിലും നിങ്ങളുടെ ഈ സ്നേഹം ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. താങ്ക് യു സ്നേഹ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ബിയോണ്ട് ദ മൈക്കിൽ എന്നോടൊപ്പം മറ്റൊരു അടിപൊളി ഗസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ഗ്രീഷ്മ സൈനിങ് ഓഫ്. ബൈ. സ്നേഹം ബൈ കൊടുക്ക്. ബൈ.